നജാമറിയം ചിഹ്നം ക്ലോക്ക്. എന്താ പറയുന്നത്? ലീഡറെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പും കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഇലക്ഷൻ ചൂട് കഴിയുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളെ പള്ളിയിൽ, അതായത് നമ്മളെ നാട്ടിലുള്ള ഒരു മദ്രസയിൽ ഒരു അടിപൊളി ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ലത്തി വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ വെട്ടം പഞ്ചായത്തിൽ കാനൂർ ദേശത്തിലുള്ള ഒരു പള്ളിയാണ്. അതായത് റിഫായി പള്ളിയിൽ നടക്കുന്ന, മദ്രസയിൽ നടക്കുന്ന ഈ ഒരു ഇലക്ഷൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ ചാനലിൽ, അതായത് നമ്മളെ വീഡിയോയിലുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അപ്പം എൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു പള്ളി കാണുന്നത്. പള്ളിയും മദ്രസും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു വോട്ടിങ്ങും അതേപോലെ തന്നെ ഈ ഇലക്ഷൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉസ്താദും കുട്ടികളും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഈ ഒരു മദ്രസയിൽ വെച്ചിട്ടാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളും കുറേ ആളുകൾ ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ കാണാത്തതുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഉസ്താദ് ഉണ്ട്. ഉസ്താദിനോട് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചേക്കാം. ഇവിടെ ഒരു 10-60 കുട്ടികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ഉണ്ട് ഉസ്താദ് പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ കാനൂർ അല്ലാഹുവിന്റെ തൗഫീഖിനാൽ 2015 നമ്മുടെ വർഷം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയി. 60 ജില്ലാനം വിദ്യാർത്ഥിനികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 3 ഉസ്താദുമാരുണ്ട്, 9 വരെ ക്ലാസ്സുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസക്ക് ആദ്യമായിട്ട് ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പും കൂടിയാണ് ഇന്ന് നടക്കുന്നത്. വളരെ വിവിധമായ പരിപാടികളും നമ്മുടെ ഈ മദ്രസയിലൊക്കെ നടക്കാറുണ്ട്. നാട്ടുകാരുടെ എല്ലാവരുടെ സഹായ സഹകരണത്തോടു കൂടി വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് വരെ നടന്നു പോന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്രസയിലേക്ക് സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. നമ്മളെ വിദ്യാർത്ഥികളൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാ വിഷയത്തിനും റാഹത്തും സന്തോഷം തന്നെയാണ്, എല്ലാത്തിനും ഉസാർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അവർ കർമ്മപരമായ പ്രവർത്തനങ്ങൾ അവർക്ക് പ്രചോദനം നൽകാനും കൂടിയാണ് ഞങ്ങളിങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇലക്ഷനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നിങ്ങളെ ഉസ്താദ് എങ്ങനെയുണ്ട്? പൊളിയാ? എൻ്റെ പേരെന്താ? എൻ്റെ പേര് നാഫി. ഈ എത്രയിലാ പഠിക്കുന്നത്? 3-ല. ഇലക്ഷൻ നടക്കുന്ന ഒരു എക്സൈറ്റ്മെന്റിലല്ലേ എല്ലാവരും? ആര് ജയിക്കും? അറിയില്ല അറിയില്ല. ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥികൾ കേട്ടോ. മുഹമ്മദ് ജാസിം ചിഹ്നം പേനാണ്. പിന്നെ മുഹമ്മദ് ബിലാൽ മുസ്തഖല. ഓക്കെ. നജാമറിയം ചിഹ്നം ക്ലോക്ക്. ഫാത്തിമ ഫൈഹ ചിഹ്നം ഫാന്. ഇവിടുത്തെ ഈ ഒരു കുട്ടികളാണ് നമ്മൾ ഇലക്ഷൻ നടത്താൻ പോണേ കേട്ടോ. ഇവിടെ നമ്മളെ സ്ഥാനാർത്ഥികളുണ്ട്. എന്താ മോളെ പേരെന്താ? എങ്ങനെ കാണുന്നത് ഇലക്ഷനെ പറ്റിയിട്ട്? എന്താണ് പറയാനുള്ളത്? ജയിക്കോ? കട്ട മത്സരം. ഇവിടെ തന്നെയാണോ വീട്? മോളെ എത്രയില് പഠിക്കുന്നത്? 8-ല്. ഹലോ, എന്താ പേര്? നജാമറിയം. എവിടെ വീട്? ഇവിടെ തന്നെ. എത്രയിലാ പഠിക്കുന്നത്? 9-ല്. ജയിക്കോ? ഓക്കെ. ഇതാണ് നമ്മളെ ഒരു സ്ഥാനാർത്ഥി. പേര് പറയൂ. മുഹമ്മദ് ജാസിം. എത്രയിലാ മോന് പഠിക്കുന്നത്? 7-ല് അല്ലേ? എവിടെ ഇവിടെ തന്നെയാണോ വീട്? ജയിക്കോ? ആര് ജയിക്കോ? കാത്തിരുന്ന് കാണാം. ടെൻഷൻ ഉണ്ട് തോന്നുന്നില്ലേ? പ്രൊമോഷനൊന്നും നടത്തിയിട്ടില്ല. പെയ്ഡ് പ്രൊമോഷനൊക്കെ നടത്തിയാൽ മതി. ഇവർക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യത ഉണ്ട്. എന്താ പേര് മോനെ? ബിലാൽ. എവിടെ വീട്? എത്രയിലാ പഠിക്കുന്നത്? എവിടെ? കാനൂര് തന്നെ. കാനൂര് തന്നെയാണ്. ദർസിൽ പഠിക്കുന്നത്? ദർസിൽ പഠിക്കണ്ടോ?
ദർസ് വിദ്യാർത്ഥിയും കൂടിയാണെന്നാണ് ഉസ്താദ് പറയുന്നത്. എലക്ഷനുള്ള തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ഉസ്താദും കുട്ടികളെല്ലാവരും. നടക്കുക ഇതാ ഓരോ ആൾക്കാരിങ്ങനെ മാറ്റി മാറ്റി നിർത്തുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ പോ. ആ സാലിക്കനെ എടുത്തുണ്ട്. ബാക്കിൽ പോ. സ്ഥാനാർത്ഥി വരുന്നുണ്ടല്ലോ. സ്ഥാനാർത്ഥി കട്ട ടെൻഷനിലാണ്. ബാക്കിൽ ഇവിടെ വരെ അവരെ ബാക്കിൽ അങ്ങോട്ട് നോക്കിട്ടാ. ജെൻസ് ഈ ഒരു ഭാഗത്തും ലേഡീസ് ഈ ഒരു ഭാഗത്തും, അതായത് പെൺകുട്ടികൾ അവിടെ ആൺകുട്ടികൾ അവിടെ. സ്ലിപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോദിച്ചേക്കാം ഈ സ്ലിപ്പിൽ എന്താ മോളെ വൈറ്റ് ഇങ്ങനെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? മദ്രസിന്റെ പേരുണ്ട്, വോട്ടർ ഐ ഡി നമ്പർ ഉണ്ട്. അടിപൊളി അകലം വരച്ച് ബാക്കൊക്കെ പോയിക്കോ. എന്താ ശരി, ഇയാള് ഫസ്റ്റ് ചെയ്യുന്നത്. ബാക്കിൽ ഇതെല്ലാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ അങ്ങോട്ടൊന്നും. ആദ്യത്തെ വോട്ടുകൾ ആർക്കാണോ ചെയ്യുന്നത് അത് ചെയ്തതിന്റെ സതീർണ സൗണ്ട് വരും. അത് ആ ചിഹ്നം നോക്കുക. ഏത് ചിഹ്നത്തിന് പേന, പിന്നെ ചിഹ്നം ഒന്ന് പേന, ഒന്ന് പുസ്തകം, ഒന്ന് ക്ലോക്ക്, ഒന്ന് ഫാന് അല്ലേ? ചിഹ്നം നോക്കി ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി സാഫിസ പറയും അപ്പങ്ങൾ ചെയ്താൽ മതി കേട്ടാ. വോട്ട് ചെയ്യാനുള്ള കുട്ടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതാ സ്ലിപ്പ് ലൈറ്റ് നിൽക്കട്ടാ. അടിപൊളി ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇതായി തോന്നുന്നുണ്ട്. പുള്ളിക്കാരനാണ് ഇവിടുത്തെ സീനിയറും തോന്നുന്നത്. പുള്ളിക്കാരനെ ഫസ്റ്റ് ചെയ്യിച്ചിട്ട് പുള്ളിക്കാരനെ കൊണ്ട് വേറെ എന്തൊക്കെ വർക്കുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചായ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞാല് അപ്പൊ അതെല്ലാം കുടിച്ചിട്ടാവും നമ്മളിന്ന് പോകുന്നുണ്ടാവുക. മദ്രസും പള്ളിയും കൂടി ആയിട്ടാണ് റിഫായി പള്ളി. റിഫായി പള്ളിന്റെ ഇതിലുള്ള മദ്രസാണ്. ഇവിടെ ദർസും കൂടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വോട്ട് ചെയ്യുന്ന ആള് സാലിക്ക്. ഓട്ടായോ സ്ലിപ്പുണ്ടോ? അഹിയാൻ 4 നമ്പർ വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ കളർ ചെയ്യുന്നത്. ഇത് സാധാ സൂപ്പറേറ്റ് ആണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പോയി പോട്ടെ. അടുത്താള് ഇഷ്ടമുള്ള ആളെ പേര് പറഞ്ഞു കൊടുത്താൽ ഇറങ്ങട്ടാ. ഒന്നും കൂടി ഉണ്ട്. അടുത്ത ആള് വാ. വോട്ടിങ് ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി പെൺകുട്ടികളായിട്ട് ആളെ പേര് ഇവിടെ ചോദിക്കും. ഉസ്താദിനോട് ചോദിക്കും. അപ്പൊ കുട്ടികൾ പറഞ്ഞു കൊടുത്താല് ഉസ്താദ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ. കളർ ചെയ്ത് കയ്യില് ചാൻസ് തയ്ച്ച് നേരെ ഇവിടെ വന്നു. അതായത് സൂപ്പറേറ്റ് അത് കഴിക്കാൻ പോണാണ് സാധനം. എന്റെ കഥ അതുകൊണ്ട് ആ മുക്കല രണ്ടാമത്തത് നല്ല നിൽക്കുന്നു. വോട്ട് ചെയ്തോ? അടുത്തതുകൊണ്ട് ആടി ആൾക്കാർക്കുണ്ട്. വെയിലുള്ളല്ലേ? അടുത്ത ആളോ? എത്ര 4 ഒന്നുണ്ട്. ഷഹബാസ്. അടുത്ത ആളാ? മൂന്നാമത്തെ അടക്ക്. ഞാൻ അടുത്ത പെൺകുട്ടികളാറ്റ ഇങ്ങോട്ട് സൈഡിൽ ഒന്ന് ഓടിക്കുമ്പോ കുട്ടികളാ. സൈഡിൽ കിട്ടാ. എപ്പറ കുട്ടി വാ. പെൺകുട്ടി അടുത്ത പെൺകുട്ടി ഇങ്ങോട്ട് മാറി കൊടുക്കുമ്പോ അവസാനം അടുത്ത പെൺകുട്ടികൾ ഇങ്ങോട്ട് മാറി കൊടുക്ക. ഒന്നോട്ട് ടീച്ചറേ.
ഇവിടെ മൂന്നാമത്തെ ഇതാരാന്നത്? ഇനി ഫൈദാൻ 5ാം ക്ലാസ്. ഉണ്ട് വെള്ളമുണ്ട്. ആ ഓക്കെ മൂന്നാമത്തെ അടുത്ത പെൺകുട്ടി. അവര് ഒരു വേണ്ടത് ഏത് നിക്ക ഏതാ ആ കൊണ്ടാ. ആ അവസാനം പറയും. ഒന്നുകൂടി നോക്കാൻ വേണ്ടത് വേണം വേണ്ടത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആ ഒരു മെത്തേഡിലാണ് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത്. സ്ഥാനാർത്ഥി. അതേപോലെ തന്നെ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു വോട്ട് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം ഒരു വോട്ടും കൂടി ഇടും. അത് പെൺകുട്ടിക്ക്. ആൺകുട്ടി അങ്ങനെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള റഹ്മാൻ. കനത്ത പോളിംഗ് നടക്കുന്നതിനിടയിൽ നമ്മൾ എന്താ പറയുന്നത്? ആ ജയിക്കൊന്നറിയില്ല. ഇവിടെ മറ്റേ സ്ഥാനാർത്ഥി ചെയ്തോ മറ്റാളെക്കാ എന്താണ് പറയാനുള്ളത്? പോളിംഗ് എങ്ങനെ നടക്കണ്ടേ? നല്ല പോളിംഗ് അല്ലേ? ഇതുവരെ ഉള്ളതിൽ എങ്ങനെയുണ്ട്? ഇതുവരെ ഇവര് വോട്ട് ചെയ്തതിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ജയിക്കുന്നില്ല വലിയ പ്രതീക്ഷ ഇല്ലേ? ചെയ്യൂലേ? ഇവരൊക്കെ കമ്പനി ഒന്നുമില്ല കുട്ടികളൊക്കെ ആര് ജയിക്കും? ബിലാലില്ലേ? ഉസ്താദിനോട് ചോദിക്കാൻ പറ്റൂല. ഉസ്താദ് പിന്നെ ഇത് മാറിയെന്ന് വരും, പാർട്ടി മാറിയെന്ന് വരും. ഇതാണ് മഷി സൂപ്പറായിട്ട് അല്ലേ? ഇപ്പൊ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ബൂത്തിൽ ഭയങ്കര കർശന നിയന്ത്രണമാണ്. ഇവിടെ കാര്യം കടത്തുന്നില്ല കേട്ടോ. ഇവിടെ രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. രക്ഷിതാവാണോ? രക്ഷിതാവാണ്. അത് ഉസ്താദ് അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്നത്, ഇങ്ങോട്ട് കടത്തുന്നില്ല. പിന്നെ ഓരോരോ ആൾക്കാർ പോയതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് കടത്തുന്നത് കേട്ടോ. ശരിക്കും പോളിങ് തന്നെ കേട്ടോ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. ഇവിടെ ചെക്ക് ചെയ്യാൻ ആളുണ്ട്. ഓരോ ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി വിടും. നമുക്ക് വോട്ടിംഗ് ശതമാനം എത്ര ആയി എന്നുള്ളത് അതിനോട് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുവിധം എല്ലാവരും കുട്ടികളും ചെയ്താണ് കേട്ടോ. എത്ര ആയി ഇപ്പം ശതമാനം? ശതമാനം ഇപ്പോൾ ഏകദേശം 40-50% എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? ലീവ് കുറഞ്ഞ ആളുകളുണ്ടോ? കുറഞ്ഞാൾ ലീവ് ഉണ്ടായതുകൊണ്ട് കുറച്ച് വോട്ട് മിസ്സിംഗ് ആവും. വോട്ട് ചെയ്യാനുള്ള ഒരു ക്യൂലാണ്. ആർക്കേ ചെയ്ത് അത് പറയുന്നില്ല കേട്ടോ. ഇതിപ്പോ തന്നെ കൗണ്ട് ചെയ്യോ? കൗണ്ട് ഇപ്പൊ തന്നെ ചെയ്യോ? നമ്മളെ പോളിംഗ് ശതമാനം 100% ഫിനിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇനി കുറച്ച് കുട്ടികളും കൂടിയുള്ളൂ കേട്ടോ. ഇതോടെ തീർന്നു. ഇനി നമുക്ക് വോട്ടിംഗ്
കുറച്ചും കൂടി നിൽക്കുന്നു. കരി വിട്ട് പോയാ ആള് മാറിയിട്ടില്ലല്ലോ. ഇയാളാണ് ലാസ്റ്റ് കേട്ടോ ചെയ്യുന്നത്. നല്ല കുട്ടിയാണ്. മദ്രസിലെ അതെ മദ്രസിലെ ഏറ്റവും ഡീസന്റ് കുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് അവാർഡ് ഇയാൾ തോന്നുന്നു. ഓളെ പേര് എന്താ? റഹ്മ. ശക്തമായ വോട്ടിംഗ് ഇവിടെ സമാപിച്ചിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഫുഡ് ഉണ്ട് കേട്ടോ. ഹായ്, ഫുഡ് ഉണ്ട്. എല്ലാവരും കൈ കഴുകാൻ പോവാണ്. കൈ കഴുകാൻ പോയിട്ട് കണ്ടുണ്ട്. അപ്പോൾ കൈ കഴുകാൻ പോവാണ്, ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാവും ഇതിൻ്റെ കൗണ്ട് ചെയ്യുക. ഫുഡ് കഴിക്കാൻ വരാം. ഇന്നെ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്താ പറയുക, വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ സന്തോഷത്തിലാണ്. ഞാൻ വരാം. നിങ്ങൾ കൈ കഴിക്കും, എല്ലാവരും കൈ കഴിക്കും. ഈ മദ്രസയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സും അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നായിട്ട് ഇവിടെ ഫുഡ് കൊടുക്കൂട്ടാ. ആ ഫുഡ് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഈ ഒരു വോട്ടിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഡിലേ ആക്കിയിട്ട് ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഈ ഒരു ദിവസം, അതായത് ഇന്നാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫുഡ് കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവരും കുട്ടികളെല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഭയങ്കര അക്ഷമരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞാലേക്കാളും കേൾക്കുന്ന കുട്ടികളാണ് കേട്ടോ. ഞാൻ എത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പൊതുവേ നമ്മളിങ്ങനെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ പോയാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൂടി ഗോലാക്കലാണ്. പക്ഷെ ഇത്ര കുഴപ്പമൊന്നുമില്ല, ഡീസൻറ്റ് മക്കൾ കേട്ടോ. എന്ത് പറഞ്ഞാലും വേഗം അനുസരിക്കേണ്ട എല്ലാവരും. ഇപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ എന്താ ഫുഡ് കൊടുക്കുന്ന നോക്കട്ടെ. പൊറോട്ടയും ചിക്കൻ കറിയാണ് കൊടുക്കുന്നത്. ഇത് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യിപ്പിച്ചാണ്. ഇത് നമുക്ക് ഒരാൾ വാങ്ങി തന്നതാണ്. നമ്മളിങ്ങനെ ഓർഡർ ചെയ്യിപ്പിക്കലാണ് ഇങ്ങനെ വരുമ്പോൾ. സ്പോൺസർ ചെയ്ത് അല്ല, നമുക്ക് ഈ ഇങ്ങനെ കുട്ടിയെ കൊടുക്കുന്ന ഈ ഫുഡുകളിലേക്ക് എല്ലാ വർഷവും 2 തവണ ആയിട്ട് ഒരാളാണിത് തരാറുള്ളത്. ആള് പേര് പറയാൻ പറ്റൂല. ആ ഒരു നല്ല മനസ്സിന് എന്താ പറയാ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പടച്ചവന്റെ ഭാഗത്തുനിന്ന്. പിന്നെ അപ്പൊ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. പൊറാട്ട കഴിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. വോട്ടിങ് കഴിഞ്ഞ ടെൻഷനൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അവർക്ക് വോട്ട് ചെയ്യുന്ന ടൈമിന് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ സ്ഥാനാർത്ഥികളവിടെ വോട്ടൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാരോടും പറഞ്ഞു ലാസ്റ്റ് വർഷല്ലേ ഇതോടെ തീർന്നില്ല. ഇവിടെ മറ്റേ സ്ഥാനാർത്ഥിയുടെ ഓടി മിഠായി അയച്ചിടാന്നില്ലേ. ഇതെവിടെ മക്കളെല്ലാരും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ സ്പെഷ്യൽ വേറെ കൊടുത്തിട്ടുണ്ടല്ലോ. അവൾക്ക് പൊറോട്ട പറ്റൂല. അപ്പൊ അവള് പൊറോട്ട തിന്നൂല. എന്താ പൊറോട്ട തിന്നാത്ത ഇഷ്ടല്ല. അതെ, മോൾക്ക് എന്തോ ഇതുണ്ട് അല്ലേ. ഓക്കെ മോളെ അത് കഴിക്കും. അവളെ സ്ഥാനാർത്ഥിന്റെ ആ ടെൻഷൻ വിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ട് ഉള്ളില്. ഈ സ്ഥാനാർത്ഥിക്ക് ടെൻഷൻ കൂടുതലല്ലോ. അത് നമ്മളെന്താ പറയാ, ശരിക്കും ഇലക്ഷൻ നടക്കുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ട് സ്ഥാനാർത്ഥിന്റെ. ശരിക്കും ഒരു സ്ഥാനാർത്ഥിന്റെ ആ ഒരു ഫീലിങ്സ് മോനെ കാണുമ്പോ തോന്നുന്നുണ്ട്. വോട്ടിംഗ് ആണ് നല്ലത്, ഫുഡിങ് ആണ് നല്ലത്? ഏത് ഇഷ്ടമായത്? എന്നും വോട്ട് ഉണ്ടായാൽ മതി, എന്നും ഫുഡ് കിട്ടല്ലേ. പൊളിക്കില്ല, രസമുണ്ടല്ലേ സംഭവം വോട്ടിങ്. നല്ല ചിക്കൻ കറി ഉണ്ട്, പൊറാട്ട ഉണ്ട്, പിന്നെ ചായ വെള്ളം എന്തോ ഉണ്ട്, എത്തിയിട്ടില്ല. ചായയാണ് വെള്ളം ഉണ്ട്, ചൂടായതുകൊണ്ട് വെള്ളം ആക്കിയിട്ടുണ്ട്. എൻ്റെ പേര് അംസാൽ ഉവൈസി, കുട്ടമാക്കൽ. വർഷം 4 വർഷമായി. ചിക്കൻ കറിന്റെ ആളല്ലേ? ചിക്കൻ കറി എല്ലാത്ത വേണ്ടാന്ന് ഉസ്താദിനോട് പറഞ്ഞാല ഇവള്. എനിക്ക് ചിക്കൻ കറി ഇഷ്ടം, അവൾക്ക് ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് അത് പരിഗണിച്ചു. അപ്പൊ ഈ ഒരു വോട്ടിംഗ് സമ്പ്രദായം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഷാഫിസ്ഥാദ് ഉണ്ടോ. ഷാഫിസ്ഥാദ് ഈ ഒരു സംഭവം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചർച്ചയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തില്ലേ, അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. അതെന്ന് വെച്ചാല് ഇങ്ങനെ
വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇങ്ങനെ പേര് എഴുതിയിട്ട് ടിക്ക് ഇടുകയാണ്. പിന്നെ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ കോളേജിലും സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ആപ്പ് കയറ്റി അതിൽ നമ്മളെ പേരും ചിഹ്നമൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്ത്, അതേപോലെ ആ മറ്റേ ഫോണിലും 2 ഫോണിലും ഈ ആപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടും കണക്ട് ചെയ്തിക്കാം. ഇത് ടാബല്ല, അത് ടാബ് ഇതിപ്പോ വോട്ട് ചെയ്ത് ക്ലോസ് ആയിക്കാണ്. ഇത് കൗണ്ടിങ്ങിന് വെച്ചാണ്. ഓക്കെ, ഈ ഫോണും അതും കൂടി കണക്ഷൻ. ഇവിടെ ഇതിന് സ്വിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ നിൽക്കുമ്പോ അവിടെ ഓപ്പൺ ആയി വരും. അപ്പൊ അവിടെ വോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. സംഭവം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇത് അറിയണം അല്ലേ? അറിഞ്ഞിട്ടില്ലാന്നുണ്ടായ പണി പാടില്ലേ. പിന്നെ ഇത് കൗണ്ട് എങ്ങനെയാണ്? അതിലാണ് കാണിക്കുക? അതിലാണ് കാണിക്കുക. ഇതിൽ കാണിക്കൂലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ കൗണ്ട് അതിൽ ഇന്ന ആൾക്ക് എത്ര വോട്ട് കിട്ടി, പേരും അതേപോലെ വോട്ട് എത്ര കിട്ടിയെന്ന് അതിൽ എഴുതി കാണിക്കും. പിന്നെ അതല്ലാതെ അതിന്റെ പ്രിന്റ് നമുക്ക് എടുക്കുകയും ചെയ്യാം, വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം ഒക്കെ ചെയ്യാം. ഈ ആപ്പിന്റെ പേരെന്തായിരുന്നു? ഇത് EVM മെഷീൻ എന്നാണ്. EVM അതാണ് ആപ്പിന്റെ പേരില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ കൗണ്ടിങ്ങിന്റെ ടൈം ആയോ? അത് അതിലുണ്ട്, നമ്മൾ നോക്കേണ്ട സമയമുള്ളൂ. നോക്കാനുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ മക്കളെല്ലാരും ഫുഡെല്ലാം കഴിച്ച് കട്ട വെയിറ്റിങ്ങിലാണ്. ഇനി ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി കാത്തു കേട്ടോ. അപ്പൊ ഇനി ഉസ്താദ് ഇപ്പൊ എണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാരും കൂടി ഇവരെല്ലാരും ഇവിടെ നിൽക്കും. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതും കൂടി ഞാൻ അതിൽ കാണിക്കാം. പിന്നെ ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടി, ആര് ജയിച്ച്, അതിനു വേണ്ടി നമ്മളും വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാട്ടാ. നിങ്ങൾ വെയിറ്റിംഗ് ഉണ്ടല്ലോ. ആരാ ജയിക്കുക സത്യത്തില്? ജാസിമോ ജാസിമിനോ? ജാസിമിനല്ലേ ഫുള്ള് ടെൻഷൻ ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥി. ടെൻഷനുള്ള സ്ഥാനാർത്ഥിയാണ് ജാസിം. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ജാസിം ആവും ജയിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ലേഡീസിൽ ആരാ ജയിക്കുക? ലേഡീസിൽ ആരാ? അതിപ്പോ 2 ആളേ ഉള്ളൂ. നജ ജയിക്കുന്നാണ് പറയുന്നത്. പിന്നെ ഏതായാലും നമുക്ക് നോക്കലേ. കൗണ്ട് ചെയ്യട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ടെൻഷനായി നടക്കുന്ന ഒരു മോണ്ട് ഇട്ടോ അവിടെ. ഇനി ഇടക്കിടക്ക് വന്നിട്ട് കഴിക്കും, നിങ്ങൾ കഴിക്കും. നമ്മളെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഇവിടെ റിസൾട്ട് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ. അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? നമ്മൾക്ക് ഇനി സ്ഥാനാർത്ഥിനെ അറിയണ്ടേ? നമ്മളെല്ലാരും വോട്ട് ചെയ്തില്ലേ? ആരായിരിക്കും ജയിക്കുക? ഇത് തെരഞ്ഞെടുപ്പാണ്, പരസ്പരം വൈരാഗ്യം തീർക്കാനുള്ളതല്ല. അതിന്റെ പേര് അവഹേളനം പാടില്ല. ഇൻഷാ അല്ലാഹ് ആരാണ് വരികയെന്ന് നമ്മൾ കമ്പ്യൂട്ടർ പറഞ്ഞുതരും. ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ട കമ്പ്യൂട്ടർ പറഞ്ഞുതരും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. അവരായിരിക്കും നമ്മുടെ മദ്രസയുടെ സ്ഥാനാർത്ഥിയെ ലീഡറായിട്ട് വരുന്നത്. ആരായാലും ശരി അവരോടൊപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് പുതിയ 2-3 പദ്ധതികൾ നമ്മൾ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നടത്താൻ നിങ്ങളുടെ ഒറ്റക്കെട്ടായ സഹായം നമുക്ക് വേണം. നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാൻ 4 ആളുകളാണുള്ളത്. ഒന്ന് ജാസിം, ബിലാൽ, നജ, ഫൈഹ. എല്ലാവരും കൂടി ജയിക്കൂല. അപ്പോൾ ഏതെങ്കിലും ഒരാളേക്കാരം ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ജയിക്കുക, പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കുക കേട്ടാ. പ്രഖ്യാപിക്കട്ടെ. ജാസിമിന് 24 വോട്ട്, നജക്ക് 24 വോട്ട്, ഫൈഹക്ക് 26 വോട്ട്, ബിലാൽ 26 വോട്ട്, നജ 24 വോട്ട്, ഫൈഹ 26 വോട്ട്. ഫൈഹക്കും ബിലാലിനും 26 വോട്ട്. നജക്കും അല്ലാഹു അക്ബർ കൈയൊട്ടാൻ പാടില്ല. നജക്കും ജാസിമിനും 24 വോട്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ബിലാലിനെ നമ്മളെ
ബിലാലിനെയും ഫൈഹനെയും നമ്മളെ മദ്രസയുടെ ലീഡർമാരായിട്ട് പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ അറേ. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കും. ആ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങളെ അവർ അറിയിക്കും. അതനുസരിച്ച് അവരോടൊപ്പം ഒറ്റക്കെട്ടായി നിങ്ങളും സഹായിക്കണം, പ്രവർത്തിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കണം. ഉണ്ടാവില്ലേ? നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പിന്നീട് ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഉറക്കെ പറയേ. അള്ളാഹു നമുക്കെല്ലാം എല്ലാത്തിലും വിജയം നൽകുമാറാകട്ടെ, എല്ലാത്തിലും ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഭക്ഷണം തന്ന സഹോദരൻ അള്ളാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മദ്രസ തുടങ്ങി ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്ക് എല്ലാ വർഷവും നമുക്ക് ചായയും കടി ഉണ്ടാവാറുണ്ട് അല്ലേ? ഉണ്ട്. മദ്രസ പൂട്ടുന്നതിന് മുമ്പിലായിട്ട് നമുക്ക് ചായയും കടി ഉണ്ടാവാറുണ്ട് അല്ലേ? അത് രണ്ടും തരുന്നത് ഒരാളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ബർക്കത്ത് നൽകട്ടെ, കുടുംബത്തിന് സന്തോഷം നൽകട്ടെ. എല്ലാ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് അല്ലാഹു തആല ആഫിയത്തോടുകൂള്ള ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇതെല്ലാം സൗകര്യം ചെയ്തു തന്ന നമ്മളെ യൂട്യൂബർ അല്ലാഹു തആല ലത്തീഫാക്ക ബർക്കത്ത് ചെയ്യട്ടെ. ലത്തീഫ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാത്തിലും ഖൈറും ബർക്കത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നജീം ബർവാ. മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചവരും തോറ്റവരും എല്ലാവരും എവിടെ വരും? ഇതാ എല്ലാവരും ഇവര് ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. ഇവർ രണ്ടാളാണ് ആൺകുട്ടികളെ കൂട്ടത്തിൽ മത്സരിച്ചത്, ഇവർ രണ്ടാളും പെൺകുട്ടികളെ കൂട്ടം മത്സരിച്ചത്. ആ മത്സരത്തിൽ ബിലാലിനും അതേപ്രകാരം ഫൈഹക്കുമാണ് പിന്നെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. 26 വോട്ടിന് അവർ രണ്ടാളും വിജയിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ഒരു പരാജയം എന്നല്ല. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇവരെ പരിശ്രമം നടത്തി മുന്നേറാൻ വേണ്ടി ശ്രമം നടത്തണം. ഇൻഷാ അല്ലാഹ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ജാസിമും നജയും ഇവരുടെ പിൻഗാമികളായിട്ട് ഇൻഷാ അല്ലാഹ് ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും. ഇവർക്ക് ശേഷം ഉള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. ഇവരോടൊപ്പം സഹായിക്കാനുള്ള ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അതിൽ ഇൻഷാ അല്ലാഹ് ഇവർ ഉൾപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആരും അതിൻ്റെ പേരിൽ അവഹേളനം നടത്താൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, പൊക്കി വിളിക്കാൻ പാടില്ല. അതൊന്നും നമ്മുടെ സംസ്കാരമല്ല, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇവർ രണ്ടാളും അതിൻ്റെ പേരിൽ വിഷമിക്കാനും പാടില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിജയം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എക്സ്പീരിയൻസ് പറയും. നല്ല ഫസ്റ്റ് ഉള്ള എക്സ്പീരിയൻസ് അല്ലത്? അടിപൊളിയായിട്ടില്ലേ? സെറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും? എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കുന്നു വിചാരിച്ചിരുന്നോ? ഇല്ല. കുട്ടികളെ പണി പറ്റിച്ചില്ലേ? ജയിപ്പിച്ചില്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനെക്കാട്ടും ഇതിൽ ജയിക്കൂലേ? വിട്ടിരുന്ന ഒന്നും കാര്യം കേട്ടോ. ഇതൊന്നും നിങ്ങൾ ഇത് ചെയ്യണ്ട. എല്ലാരും ജയിച്ചിരിക്കുന്നതിന് ഡോണ്ട് വെറി, ഹാപ്പി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും നല്ല കമ്പനി ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഇതുവരെയാണ് മത്സരിച്ചവരെ ജയിപ്പിച്ച ആൾക്കാർ. അവിടെ തിരൂര് വെട്ടം പഞ്ചായത്തിൽ കാനൂർ ദേശത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു ഇലക്ഷന്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവരെ ഇരുന്നിട്ടാ കാൻഡിഡേറ്റ്സ് എല്ലാം മത്സരിച്ചവരും പരാജയപ്പെട്ടവരും എല്ലാം ഉണ്ട് നമ്മളെ കൂടെ. അപ്പം ഇതൊരു പരാജയം ഒന്നല്ല, ഇതെല്ലാരും ഒരു വിജയമാണ്. എന്താ വെച്ചാൽ ഇവര് കട്ടക്ക് നിന്ന് മത്സരിച്ച ടീമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു ഹാപ്പി ആയി. എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നറിയാലോ. എന്താ വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഇലക്ഷന് നമ്മൾ പോയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതേപോലെ തന്നെ ഇവിടെ തന്നെ ഈ കുട്ടികളെല്ലാവരും ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഈ ഒരു നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉസ്താദ്മാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും അതിൻ്റെതായ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റീസ് എല്ലാം നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ. اللهم صل على محمد يا ربي صل عليه وسلم.